അവിഷ്ടം അവിഷ്ടം. കഷ്ടം. എന്ത് കഷ്ടം? ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലെ ഒഴുക്കാന്ന് പറയായിരുന്നു. ഇനി നീ അന്ന് ഗംഗയിലൊന്നും കൊണ്ടുപോയി ഒഴുക്കണ്ട. നമ്മുടെ ഈ തൂതപ്പുഴയിലൊന്നും മുങ്ങിയാ മതി. ഈ പാവത്തിന് അതൊക്കെ മതി. അല്ല, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ എടുത്ത് അടിക്കുന്നു. ഇത് കാലിയല്ല. കുടിച്ചാ കാലിയാവും. താനേ നിറയാൻ അക്ഷയപാത്രം ഒന്നല്ലല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം തിങ്ക് ചെയ്യാം. ഒരു ചെയിൻ വാങ്ങി നിന്റെ കഴുത്തിലിട്ടാലോ? ചെയിൻ മീൻസ് താലി. അയ്യടാ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും നീ എന്റെ വൈഫ് ആകുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ തട്ടുമ്പോൾ ഒരു ഷാപ്പാക്കാം. പട്ടായ് ഷാപ്പ്, മധുശാല. നീ ഇവിടത്തെ മധുബാല. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വീണു. മൂക്കിട്ടും കുടിച്ചിട്ട് ഓരോരോ. എന്നിട്ട് നീ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്ക്. താജ്മഹൽ, താജ്മഹൽ. താജ്മഹൽ എന്താ ഒരു ഭംഗി. എന്റെ താജ്മഹൽ ഇഷ്ടമല്ലേടി മുംതാസേ? ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണു? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. തുളസിയേ, നീ എന്താടി ഇങ്ങനെ കണ്ണു പിടിച്ച് നോക്കണേ? എന്താടി വട്ടിയില്? ബാക്കിയിരുന്ന നെൽവിത്ത അവലടിക്കാൻ പെണ്ണുങ്ങൾ വന്ന് നിക്കണു. പെണ്ണുങ്ങളിടിച്ച അവലും കതിരിപ്പഴവും കൂട്ടി കഴിച്ചിട്ട് ഇശി കാലായി. നിക്ക, ആ ഊര് തണ്ടി വന്നൂല്ലേ? ഉണ്ണിയോട്ടിന് ഊര് കണ്ടാൻ പോയതൊന്നുമല്ല, പഴയ ഇല്ലെന്ന് നോക്കാൻ പോയതാ. കുഞ്ഞുണ്ണിയെ ഊരുതണ്ടിന്ന് വിളിച്ചത് കുട്ടി ഞങ്ങൾ ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. കണ്ടില്ലേ മൂക്ക് കാന്താരിമുളക് പോലെ അവിടെ ചുവന്നത്? ഇതെന്താ ഇവിടെ ഒരു ദുർഗന്ധം? അത് ഞാൻ നല്ല നാറ്റുണ്ടല്ലോ തുളസി. അമ്പലവാസി കൂട്ടുള്ള അടുത്ത് വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരണി? എന്താ അവിടെ ഒരു ജാതി മണം? അശ്രീകരം. ശുദ്ധവും വൃത്തിയില്ല. എടത്തി വരിക. മാറി നിക്ക. എന്തൊക്കെയാണാവോ? കൃഷ്ണ കൃഷ്ണ. എനിക്ക് മനസ്സിലാവുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം. കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ. അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ. എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം. മത്സ്യഗന്ധി തട്ട് കെട്ടിലമ്മ. ഇവിടുന്ന് തെക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നാലേ ഒരു ENT ആസ്പത്രി ഉണ്ട്. അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കടും മാറ്റിത്തരും. വേണ്ട, എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. എടി കള്ളി, കുഞ്ഞുണ്ണി നിന്നെ എടുത്തോളും. ഓ, നമ്മൾ എന്താ ചെയ്യാ എന്റെ പാർവതിയെ? ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ. അതിലാ ഹരം എന്റെ ചട്ടമ്പിക്ക്. ആരെയും പേടിയില്ലല്ലോ, സ്വന്തം ഏട്ടനെ പോലും. അവൻ ഉറങ്ങിക്കോട്ടെ പതുക്കെ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? അമ്പട കള്ള, നീ ഉറങ്ങിയിട്ടില്ല, ഉറക്കം തനിച്ച് കിടക്കല്ലേ? ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ചെമ്പറെ പോയ എന്താ കുഴപ്പം? നമ്മുടെ കാർന്നോന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതാ നിയമം. ആരുണ്ടാക്കിയ നിയമം? നമ്മുടെ പഴയ കാരണവന്മാരായിട്ട് തന്നെ. പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥയെങ്കിലും പറയണം. സാധിക്കോ? അമ്മയ്ക്കോ ചിറ്റശിക്കോ ആർക്കെങ്കിലും? എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ? വിശക്കണുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ. എന്റെ മാധവാ, അതിന് ഏട്ടനെ തന്നെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. പോരെ? വേണ്ട, അവനോട് ചോദിക്കാൻ എനിക്ക് ആളുണ്ട്. ഏത് അമ്പലക്കാളയാണ് അവിടെ മേഞ്ഞ് പുളയ്ക്കുന്നത്? സൂര്യോ കീരിയോ? സൂര്യൻ മുകളിലുണ്ട്.
കളി നിന്റെ കമ്പനിക്കാരോട് മതി. ഇത് റേഞ്ച് വേറെ മോനെ. എന്താ തുടങ്ങി കുഞ്ഞിലോട്ട് വാ. പട്ടാഴിയിലെ പെണ്ണിനെ തൊട്ട കയ്യല്ലേ ഇത്? അന്നം തിന്നാനാലും ശരി, ആസനം കഴുകാനാലും ശരി, ഇനി ഇത് നിനക്ക് ഉപകരിക്കണം. ഇപ്പൊ നീ പൊയ്ക്കോ. മേലാൽ കോളേജിൽ എന്നല്ല ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും പെണ്ണ് നീ തൊട്ടു എന്നറിഞ്ഞാൽ അന്ന് നിന്റെ കൊടിയോടെ ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും. മനസ്സിലാടാ? ഓ പൂണൂരിട്ട സൂചിമോനെ പോടാ, പോടാ പോരെ. ശുഭമസ്തു. തൃക്കാരമണ്ണ ദുർഗയുടെ മുന്നിൽ ഏട്ടൻ നിനക്ക് വേണ്ടി നടത്തിയ രക്തഗുരുസിയുടെ പ്രസാദ. ആരാ കർമ്മം ചെയ്യുന്നറിയോ? സാക്ഷാൽ പട്ടാഴി മാധവൻ നമ്പൂതിരി. അവന്റെ അനിയന്റെ ജീവന ഞാൻ ദേവിയോട് ചോദിച്ചതെന്ന് പാവം പുറപ്പെടാ ശാന്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രസാദം തരുമ്പോൾ 2 കൈയും വെച്ച് അനുഗ്രഹിച്ചു. ഇച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന്. മാധവന്റെ നാക്ക് പൊന്നാവട്ടെ. ഏട്ടൻ സാത്വികനാച്ച, അനിയൻ നാസ്തികനാ. ഗിരി, ഒരിക്കൽ കൂടി ആ കുഞ്ഞുണ്ണിയെ ഈ ചെമ്പ്രയിലെത്തിക്കണം. നടക്കുവോ? അത്താണിക്കും മയിൽക്കുറ്റിക്കും മാത്രമല്ല, ഭൂമിദേവിക്ക് വരെ വില പറയുന്ന അവന്റെ ആർത്തി അത് അവസാനിക്കാത്തടത്തോളം നെല്ലൂർ മന കാണിച്ചു വിളിച്ചാൽ പട്ടിയെ പോലെ വരും. നിന്നെ അവനിപ്പോഴും സംശയമൊന്നും ഇല്ലാലോ? എന്നെയോ? ബെസ്റ്റ് ആക്ടറല്ലേ എടുത്തി? 1 അല്ല 3 തവണയാ യൂത്ത് ഫെസ്റ്റിവൽ പ്രൈസ് മേടിച്ചത്. മറന്നുപോയോ? ഈ മണിയൻകോട്ട് ഗിരിയല്ല, ആ എടപ്പാൾ ഗിരീശൻ. രണ്ടും രണ്ടാ. സംഭവങ്ങൾ നടക്കുമ്പോൾ ഗിരീശൻ ബാംഗ്ലൂരിലായിരുന്നല്ലോ. അതുകൊണ്ട് പട്ടാഴിക്കാർക്ക് എന്റെ മുഖം പരിചയമില്ല. കൊല്ലാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. ഒരു വേട്ടനായെ പോലെ ഇരയെ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇട്ടു. അച്ഛാ, അനുഗ്രഹിക്കണം. ശുഭമസ്തു. അതെ, കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താനല്ല ഞാനിവിടെ വന്നത്. എന്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്. എന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് വിളിപ്പിച്ചത്? ഇത്രയിടം വന്നിട്ട് സ്വന്തം ഏട്ടനെയോ കണ്ടില്ല. ദേവിയെങ്കിലും ഒന്ന് കയറി കണ്ടൂടെ? രശീത് വെച്ച് പുണ്യം വിൽക്കുന്ന ഏർപ്പാട് എനിക്ക് ഇഷ്ടമല്ല. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, എനിക്ക് പോണം. മുച്ചൂട് നശിച്ച ഇല്ലങ്ങൾ വാങ്ങി തിരിച്ചു മറിച്ചും കച്ചവടം ചേരുന്ന് പറയാൻ പറഞ്ഞു. ഈ ജാതകത്തിന് ഭൂമി കച്ചവടം ശരിയാവില്ല അത്ര. ഞാൻ തിരിച്ചുമറിച്ച് ഇല്ലങ്ങളും പറമ്പുകളും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ പട്ടാഴിയിലെ പത്തായപ്പുരം നിറഞ്ഞു കിടക്കുന്നതും അവിടുത്തെ ദാസ്യ പരമ്പരയെ മുഴുവൻ ഇക്കാലം അത്രയും തീറ്റിപ്പോറ്റിയതും. അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. നെറ്റി പേർക്കുന്ന കാശുകൊണ്ട് അന്നം തേടുക, അതാ എന്റെ പോളിസി. അന്നം തന്നെ ഉന്നം, അതിനുവേണ്ടി എന്തും ചെയ്യും. കേട്ടില്ലേ? ഈശ്വരൻ നിരക്കാത്തതേ പറയൂ, പ്രവർത്തിക്കൂ. അകത്തിരിക്കുന്ന ആളോട് അനിയന് വേണ്ടി മനസ്സോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയാ. അമ്മേ നാരായണ. സർ, കൊച്ചിയിൽ നിന്ന് കാസിനോ ജോയ് മനയുടെ കാര്യം എന്തായെന്ന് വിളിച്ചു ചോദിച്ചു. ഏത് മന? നെല്ലൂർ മന. നമസ്കാരം സാറേ, ഇത് ഞാനാ ഉണ്ണി സാറ്. എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അട്ടപ്പാടിയിലായിരുന്നേ. ഒരു ഇഞ്ചിത്തോട്ടത്തിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. എന്റെ ആക്രാന്തം കൊണ്ടാവും കാര്യം അങ്ങോട്ട് നടന്നില്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് സത്യം. ഇങ്ങളാ മന വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ കുടുംബം കഷ്ടത്തിലാവൂട്ടോ. നീ ആരാ? ആര്? തൃപ്രയർപ്പനോ? അയ്യോ, എടപ്പാൾ ഗിരീശൻ, മൂന്നാമൻ ദല്ലാൾ. നീയൊക്കെ ആരാന്ന് നിന്റെയൊക്കെ വിചാരം? അയ്യോ, ഞാനൊരു പാവം. നെല്ലൂർ മനയിലെ ഏത് കാരണവരോടാണ് നിങ്ങൾ അത് വിൽക്കാൻ സമ്മതം വായിച്ചത്? വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീശ. ഞാൻ പരിധി വിട്ടാ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ. മൂന്നാം മാ എവിടെ?
നെല്ലൂർ മനയുടെ പ്രമാണം. സാർ എന്താ അവിടെ പാമ്പ്. പാമ്പോ? എവിടെ? അയ്യോ, അപ്പുറത്ത് മുറ്റത്ത് സാർ. നിന്റെ ആദിശേഷാ. നായിന്റെ മോനെ, നിന്റെ തല എപ്പോഴേ പാമ്പിന്റെ വായി കേറി കഴിഞ്ഞിരിക്കുന്നു. കരിനീലിച്ച് കിടക്കാൻ സമയമായടാ നിനക്ക്. என்ன என்ன வேலை நிறுத்தி இங்க குடியிருக்க இல்லானா நான் இங்க பூரா சபிச்சு முடிச்சிடுவேன். நாகராஜா ഒന്ന് മാറി. മാറി മാറി. രക്തം പൊടിഞ്ഞോ? എന്നെ കളിയാക്കാണോ? അനുഭവിക്കുന്നേ. പണ്ട് മുതലുള്ള നാട്ടുനടപ്പ് അതല്ലേ. ചെറുമി പുല്ലരിയാൻ കാട്ടിൽ കയറുന്നു, അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു, കല്ലിൽ ചോര വരുന്നു, പിന്നെ ചൈതന്യം പ്രശ്നം. ജമീലെ, നിർത്തിക്കോ നിന്റെ തുണല്. കള്ളി ജമീലയോ? പിന്നല്ലാതെ. കഴിഞ്ഞ ആഴ്ച വരെ അവള് ജമീലയായിരുന്നു. പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി. അടുത്ത ആഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും. ഓടെ അവിടെ ഒരു മാറുക, അങ്ങോട്ടൊന്ന് മാറുക. സമ്മതിച്ചിരിക്കണോ സാറേ, സമ്മതിച്ചിരിക്കണോ. EMS-നും വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിൽ പറഞ്ഞ തീപ്പൊരിയാ നിങ്ങള്. സാറേ, കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം. അത് നടന്നേ പറ്റൂട്ടോ. രേഖകൾ പ്രകാരം എവിടെയോ ഒരു അവകാശി ജീവിച്ചിട്ടുണ്ടെന്നാ. അയാളെ ഞാൻ കണ്ടുപിടിച്ച് ഉണ്ണിക്കൊണ്ടും തരും. ഉറപ്പാ? ഉറപ്പ്. അമ്മ കഥ പറയുന്നുണ്ടോ ഇല്ലേ? കഥയല്ല ഉണ്ണിയെ, മുത്തച്ഛന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ. രാമവർമ്മ തമ്പുരാനാണെന്ന് നാട് ഭരിച്ചിരുന്നതേ. വേഗം പറയൂ ആദ്യമേ. ആ ഓട്ടുമന്തിൽ ഇത്തിരി വെള്ളം എടുത്തുണ്ടോ? തൊണ്ട താഴ്ചിട്ട് വയ്യ. സംഭവങ്ങളൊക്കെ നടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി ആയിരുന്നു കേട്ടോ. വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്രഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ. പുഴയ്ക്കക്കരയും ഇക്കരയും രണ്ടില്ലങ്ങൾ. ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മനയും. ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ. മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ 6 5 ആണും 1 പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. ഓ, കണ്ടാലോ അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ജ്ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, എനിക്ക് കേക്കണം. 2 ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരയ്ക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവമാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ 4-ാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ, അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു. 2-ാം ദിവസം ഗന്ധർവന്, 3-ാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്. അത് കഴിഞ്ഞ് 4-ാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേകമുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നെല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നവര് നിരീക്ഷിച്ചു.
പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നോര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയൻകുട്ടി സാവിത്രി എന്തുത്തരാ പറഞ്ഞേ? പറഞ്ഞില്ലേ, ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. അതേമേ, സാവിത്രി എന്താ എഴുതിയത്? കാമരസം. സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായി നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതിഭ്രഷ്ട് കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടി വന്നു. ഉപേക്ഷിച്ചു. തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു. വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടിത്തുടങ്ങി. അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ യക്ഷിയായി അങ്ങട് അവതരിച്ചു ചെമ്പ്രയിൽ. സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർ കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു. പാലുകാച്ചലും സദ്യയും. ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന്. പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു. സന്ധ്യാജപത്തിനു വേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ നേറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി. പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത്. നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് ചെമ്പ്ര വിട്ട് ഓടിപ്പോയി.